വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിഷ് ഗ്രില്ലാണ്. നമ്മൾ ഇലക്കകത്തൊക്കെ വെച്ച് പൊതിഞ്ഞ് ചുട്ടെടുക്കുന്ന മീൻ. നമുക്കത് കണ്ടു നോക്കാം. ഈ മീൻ പൊതി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചുമന്നുള്ളി കുറച്ച് മൂപ്പിച്ചെടുക്കാനായിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ. വലിയ സൈസുള്ള ചുമന്നുള്ളി ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിടുക, ചെറുതാണെങ്കിൽ അങ്ങനെ ഹോളായിട്ട് തന്നെ ഇട്ടാൽ മതിയാകും. ചൂടായ എണ്ണയിലേക്ക് 1/4 കപ്പ് ചുമന്നുള്ളി, ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണ്. ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ കുക്ക് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ ചുമന്നുള്ളിയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി. ഇനി നമുക്കിതിലേക്ക് പിരിയൻ മുളക് സാധാരണ എരിവുള്ള മുളക് ഉപയോഗിക്കാം. ഞാൻ പിരിയൻ മുളകാണ് 6 എണ്ണം. 6 എണ്ണം രണ്ടായിട്ട് കീറിയിട്ടു. കുറച്ച് വേപ്പിലയും കൂടെ ചേർക്കാം. ഞാൻ മുളക് നന്നായിട്ട് മൂക്കണം, അതുവരെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പം മുളകും നന്നായിട്ട് മൂത്തു. ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്തിട്ട് ഈ മിക്സർ നന്നായിട്ട് കൂളാകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ മിക്സർ അത്യാവശ്യം കൂളായി. നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് ചുമന്നുള്ളി റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഇടാനായിട്ട്. ബാക്കിയെല്ലാം ഈ ജാറിലേക്ക് ഇടുക. ഇതിലേക്ക് ഒരു 5-6 കറിവേപ്പിലയും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ പെപ്പർ. നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്തേക്ക് ഇനി ചേർക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണിത്. 1/2 ടീസ്പൂൺ കടുക്. ഉലുവ 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവാപ്പൊടി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഒരു കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് പീസ് ഇഞ്ചി. ഒരു 7 കഷ്ണം വെളുത്തുള്ളി. ഇതിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ നീര്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളമോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. കൂടാതെ ഇതിനകത്തുള്ള എണ്ണയും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, ഇപ്പം നല്ല സ്മൂത്തായിട്ടായിരുന്നു. ഇത്രയും മതി. ചെറിയ തരിയൊന്നും കുഴപ്പമില്ല. ഈ ഒരു പരുവത്തിന് നമ്മൾ അരച്ചെടുത്തു. അടുത്തായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന അരപ്പ് മീനിൽ നന്നായിട്ട് പുരട്ടി മീൻ മാറിനേറ്റ് ചെയ്തായിട്ട് വെക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഇലയിലാണ് ഇതെപ്പോഴും ചെയ്യാറ്. ഒരു വാഴയില എടുക്കാം. നടുക്ക് ഒരു എക്സ്ട്രാ പീസ് വെക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ എടുത്തേക്കുന്ന മീൻ വെള്ളമീൻ എന്ന് പറയുന്നത് റെഡ് സ്നാപ്പർ, അതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു 1/2 കിലോ ഫിഷാണ്. ഇതിലേക്ക് നമുക്ക് അരപ്പ് തേക്കാം. ഇപ്പം ഇച്ചിരി നന്നായിട്ട് അരപ്പുണ്ടാവും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മീൻ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് 2 സൈഡും. ഈ ഉള്ളിയുടെ മിക്സ്ചർ കുറച്ച് അവിടെ ഇട്ട് കൊടുക്കുക. നമ്മൾ വരഞ്ഞേക്കുന്നതിൻ്റെ അകത്തോട്ടൊക്കെ അരപ്പ് തേക്കാനായിട്ട് ശ്രദ്ധിക്കുക. ടേൺ ചെയ്യാം.
മറ്റേ സൈഡിലും ബാക്കിയുള്ള അരപ്പ് ചേർക്കാം. അത്യാവശ്യം സ്പൈസി അരപ്പാണ്. ഇപ്പം എരിവ് ഇത്രയും വേണ്ടാത്തവർ മുളകിൻ്റെ അളവ് കുറയ്ക്കുക. ഇത് എരിവും പുളിയും എല്ലാം നല്ലതായിട്ട് ഉള്ള ഒരു പ്രിപ്പറേഷനായത്. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറി ലീവ്സ് കൂടെ കൊടുക്കാം. ഇനി ഇത് പുതിന എടുക്കാം. ഇല നമ്മളൊന്ന് വാട്ടിയിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. ഈ വാഴയുടെ നാരോ അല്ലെങ്കിൽ ട്വൈനോ യൂസ് ചെയ്ത് കെട്ടി വെക്കുക. നമ്മൾ തവയിൽ ടേൺ ചെയ്യുമ്പം പൊട്ടിപ്പോകാണ്ടിരിക്കാനായിട്ടാണ്. ഒരു 3 കെട്ട് എടുക്കുക. നമ്മൾ ഈ മസാലയെല്ലാം തേച്ച് ഈ ഇലക്കകത്ത് പുതിന വെച്ചേക്കുകയാണ്. ഈ മാരിനേഷൻ പിടിക്കാനായിട്ട് 1/2 മണിക്കൂറോളം എടുക്കും. അതുവരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മൾ 1/2 മണിക്കൂറോളം ഇത് മാറ്റി വെച്ചിരുന്നു മീൻ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇത് ഗ്രിൽ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കാം, വളരെ കുറച്ച് മതി. പാൻ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് മീൻ പൊതി വെക്കാം. അപ്പം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം തീ കുറച്ച് അടച്ച് 10 മിനിറ്റ് ഗ്രിൽ ചെയ്തെടുക്കാം. 2 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. ഇനി തീ കുറച്ച് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ. 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്തു. ഇനി ടേൺ ചെയ്യാം. വീണ്ടും ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ്. പിന്നെ തീ കുറച്ച് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ തീ കുറച്ച് 10 മിനിറ്റ് മറ്റേ സൈഡ് ഇതുപോലെ കുക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെച്ചു. ഇനി തീ കുറച്ച് അടച്ച് വീണ്ടും 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തു. ഇനി ഓഫ് ചെയ്യാം. പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ഈ മീൻ പൊതി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. എൻ്റെ കളറുമൊക്കെ കണ്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള മീനാണ്. അപ്പോൾ ഈ ഒരു വെയിറ്റുള്ള ഫിഷ് ഈ ഒരു സമയം കീപ്പ് ചെയ്ത് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. മീൻ എപ്പോഴും മാറ്റുന്നത് ഭയങ്കര റിസ്ക്കാണ്. ബിക്കോസ് പെട്ടെന്ന് പൊടിയും. കാണാനുള്ള ഭംഗിക്ക് ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റുക. എൻ്റെ ഈ വേർഷനിലുള്ള മീൻ പൊതി നിങ്ങൾ കണ്ടല്ലോ. വളരെ സിമ്പിളാണ്, അതുപോലെ വളരെ ടേസ്റ്റിയാണ്, നല്ല സ്പൈസിയാണ്, നല്ല രുചിയുള്ള ഒരു ഡിഷാണിത്.
ഇത് നിങ്ങൾക്ക് സെർവ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സാലഡിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒരു ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാലും കഴിക്കാൻ എക്സലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.